ഹായ്, വെൽക്കം ടു ജിനൂസ് ഫാഷൻ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്, അതുപോലെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സ്റ്റാർസ്, ലൈറ്റ്സ്, വീടെല്ലാം നമ്മൾ നല്ലപോലെ അലങ്കരിക്കും അല്ലയോ. അപ്പം ഇപ്പം ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റി സ്റ്റാർസാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. LED ലൈറ്റ്സ് ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് റിമോട്ടും കൊണ്ട് നമുക്ക് സ്റ്റാർസിൻ്റെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ്. അതുപോലെ സെൽസിൽ നമ്മൾ കളേഴ്സൊക്കെ മാറ്റാം, അതുപോലെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകൾ, അതുപോലെ പല പല കളേഴ്സ്, പല വെറൈറ്റി. അതുപോലെ തന്നെ അതിൽ പല ഇപ്പം നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 5 കോൺ വരുന്നതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഇഷ്ടം പോലെ കോൺസ് ഉള്ളത് വരുന്നുണ്ട്. അങ്ങനെ പറയേണ്ട ഇഷ്ടംപോലെ വെറൈറ്റി സ്റ്റാർസാണ് ഇപ്പോൾ നമുക്ക് കടകളിൽ കിട്ടുന്നത്. അപ്പം നമ്മുടെ പഴയ കാലത്തെ സ്റ്റാർസ്, നമ്മുടെ ജനറേഷനിലൊക്കെ സ്റ്റാർസ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ മുളയുടെ കമ്പൊക്കെ വെച്ച് നന്നായിട്ട് വീട്ടിൽ തന്നെ പ്രായമുള്ള ആൾക്കാർ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വെക്കുമായിരുന്നു. കാരണം ഇതുപോലത്തെ സ്റ്റാർസ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കരോളിനൊക്കെ പോകുമ്പം ഇതുപോലത്തെ സ്റ്റാർസ് റെഡ് ഒക്കെ ഒട്ടിച്ചിട്ട് അതിനകത്ത് ക്യാൻഡിൽ വെച്ച് കത്തിച്ച് നമ്മൾ കരോൾസിനൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇപ്പം അതെല്ലാം നശിച്ചുകൊണ്ട് പോവാണ്. കാരണം ഇങ്ങനത്തെ ചെയ്യാൻ ആളില്ല. ഇപ്പം എല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് സ്പീഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കടകളിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ള സ്റ്റാർസ് ഒന്നും ഇപ്പം ആരും ചെയ്യാറില്ല. അപ്പം എൻ്റെ ഫാദർ-ഇൻ-ലോയാണ്. അപ്പം പപ്പ US നിന്ന് വന്നതാണ് ക്രിസ്മസ് വെക്കേഷന് വേണ്ടി. അപ്പം പപ്പയോട് ഞങ്ങളിങ്ങനെ ചോദിച്ചു, പപ്പ ഇതൊന്ന് ഇങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ പപ്പ ഞങ്ങളോട് എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമുക്ക് ചെയ്യാമല്ലോ, ഈ വർഷം നമുക്ക് നല്ല അടിപൊളി സ്റ്റാർ ഉണ്ടാക്കാമെന്നും പറഞ്ഞതിന് ഞങ്ങളിവിടെ സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേപ്പറുകളൊക്കെ എങ്ങനെ ഒട്ടിക്കാമെന്നുള്ളത് നമുക്ക് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണാം. ഹാപ്പി മേരി ക്രിസ്മസ്. നമ്മുടെ എല്ലാവരുടെയും ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ സമയം എല്ലാവരും ഹാപ്പിയായിട്ട് പല പല സാധനങ്ങൾ ഉണ്ടാക്കി ഡെക്കറേഷൻ ചെയ്തും പൂവ്, ചെണ്ട്, മാല, സ്റ്റാറ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും വെച്ച് അലങ്കരിച്ച് ക്രിസ്മസ് കൊണ്ടാടും. എന്നാൽ പഴയ കാലത്ത് ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ഇന്നത്തെ റെഡിമെയ്ഡ് സ്റ്റാറല്ല, ഇതേമാതിരി മുള കീറി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇതിന് ഇപ്പോൾ ഈ സ്റ്റാറിന് 5 കാലമുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് 6 കാല് വെക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുകളിലോട്ടൊരു കാല് വരും, ബാക്കിയുള്ള ഇതല്ല ഇത് തന്നെ. അത് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. അങ്ങനെ അത് ചെയ്ത് ഇത് കളർ പേപ്പറുകൾ ഒട്ടിക്കും. ഓരോ സ്ഥലത്തും ഓരോ കളറും ഓരോ ഡിസൈനിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് ഇതിൻ്റെ താഴത്തെ അറ്റം ഒരു പിടി വെച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് ക്യാൻഡിൽസ് വയ്ക്കും. കത്തിച്ച് രാത്രിയിൽ നമ്മൾ കരോളിന് പോകുമ്പോൾ, ക്രിസ്മസ് കരോളിന് പോകുമ്പോൾ ഈ ക്യാൻഡിൽസ് ഇത് കത്തിച്ചുകൊണ്ട് ഈ സ്റ്റാർ പിടിച്ച് എല്ലാവരും ക്രിസ്മസിന് കരോളിന് പോകും. അങ്ങനെ ക്രിസ്മസ് മംഗളമായിട്ട് കൊണ്ടാടുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് ആരും തന്നെ ഇത് അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, അത് സമ്മതിച്ചു. എൻ്റെ മക്കൾ അതിന് സമ്മതിച്ചു, അത് ചെയ്തു. ഇപ്പോൾ ഞാനിതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പണികളൊക്കെ കാണിച്ചു തരാം, ഒട്ടിക്കാനുള്ളതൊക്കെ കാണിച്ചു തരാം.